ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഞങ്ങളുടെ ജർമ്മനി ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. ഞങ്ങൾ UK-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. മഴയിലൂടെയാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. മഴയും തണുപ്പൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഉള്ളിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഒരു പുതിയ രാജ്യത്തേക്ക് പോവുകയാണല്ലോ. ഫ്ലൈറ്റിൽ നിന്നുള്ള ഈ കാഴ്ച എങ്ങനെയുണ്ട്? താഴെ നോക്കുമ്പോൾ മുഴുവൻ പച്ചപ്പാണ്. ചെറിയ ചെറിയ കൃഷിയിടങ്ങൾ പോലെ നീറ്റ്ലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഒരു പാറ്റേൺ പോലെയാണ് തോന്നുന്നത്. ഇടയ്ക്കിടെ കുറച്ച് ബിൽഡിങ്സും വീടുകളും ഒക്കെ കാണാനായിട്ട് നമുക്ക് പറ്റും. കാഴ്ചകൾ കണ്ട് സമയം പോയത് അറിഞ്ഞതേയില്ല. നമ്മൾ അങ്ങനെ ജർമ്മനിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയത് മെമ്മിങ്ങം എയർപോർട്ടിലാണ്. ആദ്യമായി ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായത് ഇത് വലിയ ബിസി ആയിട്ടുള്ളൊരു എയർപോർട്ടൊന്നുമല്ല. UK-യിലെ വലിയ എയർപോർട്ടുകളുമായിട്ട് കമ്പയർ ചെയ്താൽ ഒത്തിരി സ്റ്റാഫും കൗണ്ടേഴ്സും ഒന്നുമില്ല. വളരെ സിമ്പിളായ ഒരു ചെറിയ എയർപോർട്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്നൊരു റെൻ്റേ കാറും എടുത്ത് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ റോഡ് ഡ്രൈവ് തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞങ്ങൾ പോയ ദിവസം നല്ല സണ്ണി ഡേ ആയിരുന്നു. UK-യിൽ നിന്ന് മഴയിലൂടെയാണ് പുറപ്പെട്ടതെങ്കിലും സൂര്യപ്രകാശം കാണാൻ പറ്റിയത് തന്നെ ഒരു സന്തോഷം. റോഡിലൂടെ പോകുമ്പോൾ ഇരുവശത്തും പച്ചപ്പാണ്. ചിലയിടങ്ങളിൽ ചെറിയ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്നത് കാണാം. മുഴുവൻ വൈറ്റ് അല്ല, പക്ഷേ ഇടയ്ക്കിടെ സ്നോ പാച്ചസ് ഉണ്ടായിരുന്നു. അത് റോഡ് ഡ്രൈവിലെ ഒരു സ്പെഷ്യൽ ലുക്ക് തന്നു. ചില സ്ഥലങ്ങളിൽ മരങ്ങൾ ഇലയൊക്കെ കൊഴിഞ്ഞ് വിൻ്റർ മോഡിൽ നിൽക്കുന്നത് കാണാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറിയ മലനിരകളൊക്കെ കാണാൻ പറ്റും. മലകളുടെ മുകളിൽ പോലും ലൈറ്റ് സ്നോ ഉണ്ടായിരുന്നു. അങ്ങനെ സീനറിയൊക്കെ കണ്ടുകൊണ്ട് പോകുമ്പോൾ ഡ്രൈവ് ഒട്ടും ബോറിംഗ് ആയില്ല. ഓരോ കേവിലും പുതിയ പുതിയ കാഴ്ചകൾ. ഡെസ്റ്റിനേഷനേക്കാൾ ജേണി തന്നെ എൻജോയ് ചെയ്തൊരു റോഡ് ട്രിപ്പായിരുന്നു ഇത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലെ ഏറ്റവും മനോഹരമായ ഒരു കാസിലേക്കാണ്, നോയ്ഷ്വാൻസ്റ്റൈൻ കാസിൽ. സത്യം പറഞ്ഞാൽ ഈ കാസിലിനെ ഫോട്ടോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിൽ കാണാൻ പോകുന്നു എന്നത് ഒരു വേറിട്ട സന്തോഷമാണ്. ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് കാസിലിൻ്റെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നതെന്ന് കേട്ടു. അതുകൊണ്ട് തന്നെ അവിടേക്കാണ് ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചത്. ഞങ്ങൾ പ്ലാൻ ചെയ്തത് ബൈ വോക്ക് പോകാനായിരുന്നു. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നടക്കാമെന്ന് തോന്നി. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഇങ്ങനെ കുറച്ച് ഷോപ്പുകളുണ്ട്. ആളുകൾ അവിടുന്ന് സ്നാക്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങി ചെറിയൊരു ബ്രേക്ക് എടുത്ത് കഴിച്ചിട്ടാണ് നമ്മൾ ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങിയത്. ഏകദേശം 15 മിനിറ്റ് നടന്നു വേണം നമ്മൾ ആ വ്യൂ പോയിന്റിൽ എത്താനായിട്ട്. ഡിസ്റ്റൻസ് വളരെ അധികമൊന്നുമില്ല, പക്ഷെ ഒരു ചെറിയ കുന്ന് കയറിയാണ് പോകേണ്ടത്. അവിടെ നിന്ന് മുകളിലേക്ക് പോകാനായിട്ട് ബസ് സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ഹോഴ്സ് ക്യാരേജ് റൈഡും കാണാം. ആ കുതിരവണ്ടിയിൽ ആളുകൾ കയറി മുകളിലേക്ക് പോകുന്നുണ്ട്. അത് കാണാനും വളരെ രസമായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചു ഇത്രയും സുന്ദരമായ പ്ലേസിലേക്ക് പോകുമ്പോൾ നമുക്ക് നടന്നുപോയി കാഴ്ചകളൊക്കെ കാണാമെന്ന്. നമ്മൾ നടന്നു പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് കിടക്കുന്ന കാണാമായിരുന്നു. മുഴുവൻ വൈറ്റായിട്ട് മൂടിയിട്ടില്ല, പക്ഷെ മഞ്ഞിങ്ങനെ പയ്യെ ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജായിരുന്നു. എങ്കിലും രണ്ട് സൈഡിലും നല്ല എമൗണ്ടിൽ സ്നോ കിടക്കുന്നത് കൊണ്ട് വഴിക്ക് ഒരു സ്പെഷ്യൽ ലുക്ക് ഉണ്ടായിരുന്നു. കുന്ന് കയറുന്ന വഴിയിലൂടെ പോകുമ്പോൾ ചുറ്റും മുഴുവൻ മരങ്ങളാണ്. ശരിക്കും ഒരു ചെറിയ കാടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന പോലത്തെ ഒരു ഫീല്. രണ്ട് സൈഡിലും വലിയ വലിയ മരങ്ങൾ. ചിലത് ഇല കൊഴിഞ്ഞ് നിൽക്കുന്നുണ്ട്, ചിലത് ഇനിയും പച്ചപ്പുണ്ട്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. വഴി സ്ലൈറ്റ് അപ്പ് ഹിൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് എഫേർട്ട് വേണം നടക്കാനായിട്ട്. ചെറിയൊരു കുന്നു കയറുന്ന പോലെ ആയതുകൊണ്ട് ഇച്ചിരി സ്ട്രെയിൻ ആയിട്ട് തോന്നും. പക്ഷെ ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഈ വോക്ക് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ കുറേ സംസാരിച്ചുകൊണ്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് സ്ലോലിയാണ് പോയത്. ആ ജേണി തന്നെ ഒരു എക്സ്പീരിയൻസ് പോലെ തോന്നി. ഇതിനിടയിൽ കുറേ ആളുകൾ ഹൈക്കിംഗ് ഗിയറൊക്കെ വെച്ചിട്ട് കയ്യിൽ വോക്കിംഗ് സ്റ്റിക്കും എടുത്ത് ഞങ്ങളുടെ കൂടെ കയറുന്നുണ്ടായിരുന്നു. അവസാനം നടന്ന് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഈ കാസിൽ കാണാനാണ് നമ്മൾ ഈ കുന്നും മലയൊക്കെ കയറി വന്നത്. ഈ കാസിൽ ബവേരി എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഫെയറി ടെയിൽ കഥയിൽ നിന്ന് വന്നതുപോലെ ഡിസൈനാണ് ഈ കാസിലിന്. അതുകൊണ്ട് തന്നെ ഡിസ്നി സിനിമകളിൽ കാണുന്ന കാസിൽ ലുക്ക് ഇതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. മലമുകളിലായിട്ടാണ് ഈ കാസിൽ നിൽക്കുന്നത്. താഴെ മുഴുവൻ പച്ചപ്പും ചുറ്റും മലനിരകളും ചില സമയങ്ങളിൽ സ്നോ കൊണ്ട് മൂടിയ കാഴ്ചകളും. അതിൻ്റെ നടുവിൽ ഈ വെള്ള നിറമുള്ള കാസിൽ നിൽക്കുന്ന കാണുമ്പോൾ ശരിക്കും ഒരു ഡ്രീം പോലെ തോന്നുന്നുണ്ട്. വിൻ്റർ സമയത്ത് പോയാൽ ലൈറ്റ് സ്നോ ഉള്ളപ്പോൾ അതിൻ്റെ ബ്യൂട്ടി ഇനിയും കൂടും കേട്ടോ. മറീൻ ബ്രൂക്ക് എന്ന ബ്രിഡ്ജിൽ നിന്നാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. ഈ കാസിലിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യൂ പോയിൻ്റാണിത്. ഇത് ജർമ്മനിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു കാസിലാണ്.
അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ആളുകൾ അവിടെ പേരും ഡേറ്റ്സും ഒക്കെ എഴുതിയ ചെറിയ ലോക്സ് അവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിലത് ഹാർട്ട് ഷേപ്പ്, ചിലത് സിമ്പിൾ ലോക്ക്, ചിലതിൽ സ്പെഷ്യൽ ഡേറ്റ്സ് എഴുതിയിട്ടുണ്ട്. കപ്പിൾസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവരുടെ മെമ്മറീസും ഓർമ്മയ്ക്കൊക്കെ ആയിട്ട് ലോക്ക് അവിടെ വെച്ചിട്ട് പോകുന്ന ഒരു ട്രഡീഷൻ പോലെയാണ്. 1-2 അല്ല കേട്ടോ, ഒത്തിരി ലോക്സ് ഉണ്ട് അവിടെ. കുറേ സമയം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങാനായിട്ട് തീരുമാനിച്ചു. കയറാൻ കുറച്ച് കഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ തിരിച്ചു പോകാനായിട്ട് ബസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് വോക്ക് ചെയ്തു അങ്ങോട്ട് ബസ്സിൽ പോകാമെന്നായിരുന്നു പ്ലാൻ. അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. അവിടെ അതിനകം കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളും അവിടെ ഇരുന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് സമയത്തിന് ശേഷം ബസ് വന്നു. പക്ഷെ ബസ് വന്നപ്പോഴാണ് മനസ്സിലായത് അവർ ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ, കാർഡ് എടുക്കത്തില്ല. നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് നടന്ന് തന്നെ ഇറങ്ങി. കുന്ന് കയറിയത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടെങ്കിലും ഇറങ്ങിയപ്പോൾ അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. ഈ കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ സംസാരിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ പയ്യെ താഴെ ഇറങ്ങി. അങ്ങനെ ഇറങ്ങി വന്ന ശേഷം മുമ്പ് സ്നാക്സ് വാങ്ങിച്ച അതേ ഷോപ്പിൽ തന്നെ ഞങ്ങൾ വീണ്ടും കയറി. അപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അവിടെ എത്തിയപ്പോൾ ഓരോ ഐറ്റംസും പ്രൈസും ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, അതൊക്കെ ജർമ്മൻ ലാംഗ്വേജിലായിരുന്നു. അവരോട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം ചോദിച്ചു മനസ്സിലാക്കി ഞങ്ങൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തു. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ ഐറ്റംസ് ഞങ്ങൾ ട്രൈ ചെയ്തു. ചൂടോടെ കിട്ടിയോണ്ട് തന്നെ പുറത്തു നിന്നുള്ള തണുപ്പിന് ശേഷം കഴിക്കുമ്പോൾ ശരിക്കും നല്ലൊരു ടേസ്റ്റ് തോന്നി. സിമ്പിളായ ഫുഡായിരുന്നുവെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വഴിയായിരിക്കിൽ ചെറിയ ചെറിയ സോവനീർ ഷോപ്പുകൾ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ കയറി ഒന്ന് നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അകത്ത് കയറിയപ്പോൾ പോസ്റ്റ് കാർഡുകൾ, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, കീ ചെയിൻസ്, ചെറിയ കാസിൽ മിനിയേച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ കാസിലിൻ്റെ ഫോട്ടോ ഉള്ള പോസ്റ്റ് കാർഡുകൾ വളരെ ഭംഗിയുണ്ടായിരുന്നു. ഓരോ ആംഗിളിനടുത്ത പിക്ചേഴ്സൊക്കെ അവിടെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിൻ്റർ വേർഷൻസ്, സമ്മർ വേർഷൻസ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഫ്രിഡ്ജ് മാഗ്നറ്റ്സും വളരെ അട്രാക്റ്റീവായിരുന്നു. ഓരോ കൺട്രിയിൽ പോകുമ്പോഴും മാഗ്നറ്റ് കളക്ട് ചെയ്യുന്നവർക്ക് ഇതൊരു പെർഫെക്റ്റ് സ്പോട്ടാണ്. അങ്ങനെ എല്ലാം ഒന്ന് നോക്കി നടക്കുമ്പോൾ അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു നോട്ട് പ്രിൻറ്റിങ് മെഷീൻ ഉണ്ടായിരുന്നു. അതൊരു സൊവനീർ നോട്ട് പോലെ പ്രിൻറ്റ് ചെയ്ത് തരുന്ന മെഷീനാണ്. അത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി ഞങ്ങൾ ഒരു നോട്ട് പ്രിൻറ്റ് ചെയ്തെടുത്തു. ചെറിയ പേപ്പറായാലും അതൊരു നൈസ് മെമ്മറി ആയി തോന്നും. ഞങ്ങളിവിടെ വന്നിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഒരു ക്യൂട്ട് സൊവനീർ പോലെ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് യാത്രയെ കൂടുതൽ സ്പെഷ്യലാക്കുന്നത്. അങ്ങനെ ഇന്നത്തെ കാസിലിൻ്റെയും അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലേക്സ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ജർമ്മനിയിലെ മറ്റു വിശേഷങ്ങളും കാഴ്ചകളും ട്രാവൽ വൈബും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.